എല്ലാവർക്കും ബീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബീഫ് കൊണ്ട് നല്ലൊരു ബീഫ് വിന്താലു ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 1/2 kg ബീഫ് ഇങ്ങനെ ഇതുപോലെ ഒന്ന് നീളത്തിൽ ചെറുതായിട്ടാണ് എടുത്തിരിക്കുന്നത്. നോർമലി നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാളും ഇത്തിരി വ്യത്യാസമായിട്ടിരിക്കാൻ വേണ്ടിയാണ്. തീരെ ചെറിയ പീസാക്കണ്ട, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നല്ലപോലെ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഡ്രൈ മസാലകളാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു 1/2 സ്പൂണ് മുഴുവനോടെയുള്ള മല്ലിയാണ് ഇത്. പിന്നെ ഒരു 2 ഗ്രാമ്പു, 2 ഏലക്ക, 1/4 സ്പൂണ് ജീരകം, ചെറുജീരകം, ഒരു 1/4 സ്പൂണ് കടുക്, പിന്നെ ഒരു 1/4 സ്പൂണ് ഉലുവ, ഒരു 4 വറ്റൽമുളക്, ഇത് ഒരു 1/2 സ്പൂണ് കുരുമുളക്. അപ്പം നമുക്കിതെല്ലാം കൂടെ ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ഇത് പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മളൊരു ചീനച്ചട്ടി വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. എണ്ണയൊന്നും ഒഴിക്കണ്ട. നമുക്ക് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ ഡ്രൈ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. വറ്റൽമുളകൊക്കെ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം, അല്ലാതെ നമ്മുടെ കടുവയുടെ ടേസ്റ്റും കളറും ഒക്കെ മാറിപ്പോവും. അപ്പം നമുക്ക് ഇതൊന്ന് വേറൊരു പാത്രത്തിലോട്ട് എടുക്കണം. ഇതൊന്ന് തണുത്ത് കഴിഞ്ഞ് നമുക്ക് പൊടിച്ചെടുക്കേണ്ടതാണ്. പൊടിച്ചല്ല, നമുക്ക് വെള്ളം ഒഴിച്ച് അരച്ച് തന്നെ എടുക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് ആദ്യം മാറ്റി വെക്കാം. നമ്മൾ ആ കടയിൽ നിന്ന് മസാല മാറ്റിയിട്ട് ഒരു ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഇതിന് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊരു 4 വെളുത്തുള്ളിയുടെ അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2 പച്ചമുളക് നമ്മളൊന്ന് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളൊരു വലിയ സവോള അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കണം. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ വഴന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മസാല, നമ്മുടെ ഡ്രൈ മസാലയൊക്കെ വിനാഗിരി ഒഴിച്ചിട്ടാണ് അരയ്ക്കുന്നത്. അത് നമ്മൾ ആദ്യം പറഞ്ഞില്ല. ഒരു 2 സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് വേണം മസാല അരയ്ക്കാൻ. പിന്നെ കൂടുതൽ നല്ലതുപോലെ അരഞ്ഞില്ലെങ്കിൽ വേണമെങ്കിൽ വെള്ളം ചേർക്കാം. അപ്പോൾ വിനാഗിരി ഒഴിച്ച് വേണം മസാല അരയ്ക്കാൻ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ വിനാഗിരി ഒഴിച്ച് അരച്ചെടുത്ത മസാലയാണ് ഇത് ചേർത്ത് കൊടുക്കാം. നമ്മൾ 1/2 kg ബീഫിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതുകൊണ്ടാണ് ഈ അളവിൽ. ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ മസാല ഒന്ന് മൂത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 സ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾ പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മൾ ആ മിക്സിക്കകത്ത് അരച്ച് ആ മസാലയും കൂടെ ഇങ്ങോട്ട് കയ്യിലെടുത്തിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എല്ലാം കൂടി ഇളക്കി നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കുക്കറിലാണ് വേവിപ്പിക്കാൻ പോകുന്നത്. നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പം നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇപ്പം ചേർത്ത് കൊടുക്കുക. ഉപ്പ് നീരായിട്ടാണ് ഞാൻ ഒഴിക്കുന്നത്. ഉപ്പൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർക്കണം. ഒരു കൂട്ടത്തിൽ നമ്മൾ ആ മിക്സി കഴുകിയിട്ട് മസാല എടുത്ത് ഒരു വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം മസാലയൊക്കെ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിത് കുക്കറിലോട്ട് മാറ്റി ഒരു 4-5 വിസിൽ ബീഫിൻ്റെ വേവൊക്കെ ഒന്ന് നോക്കണം. അതനുസരിച്ച് വേണം. എന്തില്ലെങ്കിൽ കൂടുതൽ അവനവൻ്റെ കുക്കറിൻ്റെ അളവനുസരിച്ച് വിസിലടുപ്പിക്കണം. നമ്മളിപ്പോൾ ഇതൊന്ന് കുക്കറിൽ മാറ്റി വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ ബീഫ് കുക്കറിലോട്ട് ആക്കിയിട്ടുണ്ട്. നമുക്ക് വിസിൽ വെക്കാം. അപ്പം നമ്മുടെ ബീഫ് വിന്താലു നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കുക്കറിൽ നിന്ന് ഇട്ടിട്ട് ചീനച്ചട്ടിയിലോട്ടൊന്ന് ഇട്ടതാണ്. ആവശ്യത്തിന് വെള്ളം പറ്റിക്കാൻ വേണ്ടിയിട്ട്. നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിപ്പം ഗ്യാസ് ഓഫാക്കി ഇതിൽ തേങ്ങാപ്പാലും കൂടിയും ചേർക്കാം. അപ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമുക്കിത് നല്ലൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ ബീഫ് വിന്താലു നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും വരാം.